empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിഷില്ല എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൽ 11-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നമുക്ക് ഒരു പാഠമാകാനായി എഴുതപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠമായ ജീവിതങ്ങളിലൂടെ, കൃത്യമായി പറഞ്ഞാൽ വിശുദ്ധരായ സ്ത്രീകളിലൂടെ നമ്മുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ പാഠങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചകളായി മോശയുടെ അമ്മയായ യോക്കെബെദിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആ അമ്മ തൻ്റെ ജീവിതത്തിൽ ദൈവിക പ്രമാണങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, ദൈവിക വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് എങ്ങനെ വിശ്വാസം ജീവിതമാക്കി മാറ്റി എന്ന് നമ്മൾ കണ്ടു. വളരെയേറെ പ്രതികൂലങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾക്കിടയിലും രാജകൽപ്പനയെ പോലും ഭയപ്പെടാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനോട് ചേർന്ന് എങ്ങനെ ധീരമായ നിലപാടുകൾ എടുത്തു എന്നും നമ്മൾ കണ്ടു. അതുപോലെ തൻ്റെ മക്കളായ അഹറോനെയും മിരിയാമിനെയും മോശയെയും എങ്ങനെ തങ്ങളുടെ സ്പിരിച്വൽ ഐഡന്റിറ്റിയും കൾച്ചറൽ ഐഡന്റിറ്റിയും അവർക്ക് പകർന്നു കൊടുത്ത് തങ്ങളുടെ വിശ്വാസത്തിൽ അവരെ വേരുറപ്പിച്ച് വളർത്തി എന്നും നമ്മൾ കണ്ടു. ആ അമ്മയുടെ ജീവിതത്തിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറയുകയുണ്ടായി. സങ്കീർത്തനങ്ങൾ 143-ാം അധ്യായം അവിടെ 10-ാം വാക്യത്തിൽ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അങ്ങാണ് എൻ്റെ ദൈവം. ഈ ഒരു വചനം അക്ഷരാർത്ഥത്തിൽ യോക്കെബെദിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാവുകയായിരുന്നു. കർത്താവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവമായ കർത്താവിന്റെ ഹിതാനുസരണം മാത്രം തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച ഒരു അമ്മയെ നമ്മൾ കണ്ടത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഈ സങ്കീർത്തന വചനം ഏറ്റുപറഞ്ഞ് ഈ ഒരു വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കാം. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം, എൻ്റെ ദൈവം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വരുവാനായി, ഈ ഒരു അഭിഷേകത്താൽ നിറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിലപാടുകളും സ്വീകരിക്കുവാനുള്ള കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവമായ കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളെ നമുക്ക് നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഒരു മനസ്സോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, ശുശ്രൂഷയെ ഏറ്റെടുക്കണമേ. കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരിമാരെയും അഭിഷേകം ചെയ്യണമേ. ദൈവഹിതം അറിഞ്ഞു ജീവിക്കുവാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വ്യാപരിക്കണമേ. ഞങ്ങളുടെ സമൂഹങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യമായി ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, കുടുംബാന്തരീക്ഷങ്ങളിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഞങ്ങളുടെ ഈ സമൂഹത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരിയുടെ ജീവിതത്തിലേക്കും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ, അതിനായുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
ഈശോയെ ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഈശോയുടെ ഹിതം മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ കരങ്ങൾ നീട്ടിത്തരണമേ. ദൈവഹിതാനുസരണം ജീവിതത്തിലെ ഓരോ ചുവടുകളും എടുത്തു വെച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും ഈശോയുടെ ഹിതം മാത്രം നിറവേറപ്പെടുവാൻ യൗസേ പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയോടെ യോക്കെബെദിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചകളായി യോക്കെബെദിനെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. തുടർന്നും നമ്മൾ വ്യക്തിപരമായി ആ ശ്രേഷ്ഠ വനിതയുടെ ജീവിതത്തിലൂടെ, നമ്മൾ വീട്ടിലിരുന്ന് സമയം കിട്ടുമ്പോഴൊക്കെ വചനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ വ്യക്തിപരമായി കർത്താവ് നമുക്ക് പറഞ്ഞു തരും. ഇതോടെ പ്രിസ്കില്ലയെക്കുറിച്ചും യോക്കെബെദിനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിച്ചിട്ടുള്ള വചനമാണ്. എങ്കിലും ഒരിക്കൽ കൂടി ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. നമ്മൾ യോക്കെബെദിനെ കുറിച്ചും പ്രിസ്കില്ലയെ കുറിച്ചും അവരുടെ ജീവിതത്തിലെ വിശ്വാസ നിലപാടുകളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ അതിൽ നിന്ന് അകന്നു പോകാതെ അതിൽ കൂടുതൽ ശ്രദ്ധിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിൽ ശക്തി പ്രാപിക്കുക. അതാണ് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. ടു എംപവർ വിമൻ ഇൻ ക്രൈസ്റ്റ്. അത് എങ്ങനെയാ എംപവർമെന്റ് നടക്കുക? ഈ ശ്രേഷ്ഠ വനിതകൾ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചെയ്യാൻ നമ്മൾ ശക്തരാകുമ്പോഴാണ് ക്രിസ്തുവിൽ ശക്തിയുള്ളവരായി നമ്മൾ മാറുന്നത്. അതാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവ് പറയുക, വിശ്വാസത്തിന് വാഗ്ദാനത്തിന് അവകാശികളായവരെ അനുകരിച്ച് നാമും ആ അവകാശം പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതിനായിട്ടാണ് നമ്മൾ ഇവരെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി നമ്മൾ ചിന്തിക്കുവാനും പഠിക്കുവാനുമായി പോകുന്നത് പുതിയ നിയമത്തിലെ വലിയ ഒരു പ്രയർ വാറിയറിനെ കുറിച്ചാണ്. പ്രാർത്ഥന ജീവിതമാക്കി മാറ്റിയ പുതിയ നിയമത്തിലെ ഒരു ധീര വനിതയെ നമ്മൾ ഇന്ന് കണ്ടുമുട്ടുകയാണ്. വിശുദ്ധ ലൂക്കാസ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം, അവിടെ 36, 37, 38 വാക്യങ്ങളിലൂടെയാണ് തിരുവചനം ആ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വിശുദ്ധ അന്നയാണ് നാം അവിടെ കാണുക. പരിശുദ്ധ അമ്മയുടെ അമ്മയായ അന്നയെ അല്ല, പ്രവാചികയായ അന്നയെക്കുറിച്ചാണ് തിരുവചനം അവിടെ നമുക്ക് പറഞ്ഞു തരിക. അവിടെ 36-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫനുവേലിന്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രവാചികയായ അന്നയെ കുറിച്ചാണ്
തിരുവചനത്തിൽ നിന്ന് നാം പഠിക്കുവാനായി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാകുവാനായി അതേ അധ്യായം, ലൂക്കാ സുവിശേഷകന്റെ 2-ാം അധ്യായം, അതിൽ 22-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ എന്ന് പറയുമ്പോൾ യൗസേപ്പ് പിതാവും മാതാവും ചേർന്ന് ശിശുവായ യേശുവിനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ അമ്മ മാതാവും യൗസേപ്പ് പിതാവും ഉണ്ണി യേശോയും കൂടി ദേവാലയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെയാണ് നമ്മൾ വിശുദ്ധ അന്നയെ കാണുന്നത്. 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന്, ഇവർ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അവൾ, പ്രവാചികയായ അന്ന, മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ണീശോയും മാതാവും യൗസേപ്പ് പിതാവും ദേവാലയത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ അന്നപ്രവാചികയും വരികയാണ്. ആരായിരുന്നു ഈ അന്നപ്രവാചിക? നമ്മൾ കണ്ടു, ആഷേർ വംശജയായ ഫനുവേലിന്റെ പുത്രിയായ അന്നപ്രവാചികയെ കുറിച്ച്. എന്നാൽ അന്നപ്രവാചികയുടെ ജീവിതം എന്തായിരുന്നു എന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2-ാം അധ്യായം 36-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. അന്നത്തെ ഒരു ആ രീതി അനുസരിച്ച് കന്യകാപ്രായം ഒരു 13 മുതൽ 15 വയസ്സിനുള്ളിൽ അവളുടെ വിവാഹം കഴിഞ്ഞു കാണും. തുടർന്ന് 7 വർഷമാണ് അവൾക്ക് ഭർത്താവിനോടൊത്ത് ജീവിക്കാനായി കഴിഞ്ഞത്. അതായത് ഒരു 20-22 വയസ്സായപ്പോഴേക്കും അവളുടെ ഭർത്താവ് മരിച്ചു. തുടർന്നുള്ള വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്: 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരിമാരെ, നമ്മൾ പറഞ്ഞതനുസരിച്ച് ചുരുങ്ങിയത് ഒരു 60-62 വർഷക്കാലം ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞ പ്രവാചികയായ അന്ന. ആ അന്ന പ്രവാചികയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുവാനായി പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയ സഹോദരിമാരെ, ഈ കണ്ട വർഷം അത്രയും ഭർത്താവ് മരിച്ചു, വിധവയാണ്, കുഞ്ഞുങ്ങളില്ല, ആകെ ഒറ്റപ്പെട്ട ആ ഒരു അവസ്ഥ, എല്ലാവരാലും ഒറ്റപ്പെട്ട് തനിയെ ജീവിതം നയിച്ചിരുന്ന ആ ഒരു വിധവയായ സ്ത്രീ നിരാശപ്പെട്ടു പോയതായി നമ്മൾ കാണുന്നുണ്ടോ? ഇത്രയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിൽ അന്നപ്രവാചിക എന്താ ചെയ്തത്? നമുക്ക് സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 21-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു. തിന്മ ചെയ്ത് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല. അന്നപ്രവാചകയുടെ ജീവിതമാണ് ഈ ഒരു വചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും, പ്രതിസന്ധികളാൽ ജീവിതം നിറഞ്ഞപ്പോഴും, ഒറ്റപ്പെട്ട് ഏകയായി അവൾ മാറിയപ്പോഴും അവൾ കർത്താവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മനസ്സിൽ പോലും കർത്താവിനെതിരെ തിന്മ ചെയ്യാതെ കർത്താവിനോട് ചേർന്ന് തൻ്റെ ജീവിതം അവൾ മാറ്റിവയ്ക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ വന്ന കൈപ്പേറിയ അനുഭവങ്ങൾ അവളെ കൂടുതൽ വഷളാക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ അവളെ നിരാശയാക്കുകയല്ല ചെയ്തത്. അത് മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക്, കർത്താവിനോട് ഒട്ടി
ഒട്ടിച്ചേർന്നുള്ള ഒരു ജീവിതത്തിലേക്കാണ് അന്ന പ്രവാചികയെ നയിച്ചത്. ഇതാണ് സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ സങ്കീർത്തകനും ഏറ്റുപറയുന്നത്. കർത്താവ് എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അന്ന പ്രവാചക നാം ഓരോരുത്തരോടും പറയുന്ന വലിയൊരു പാഠമാണത്. കർത്താവ് നമ്മുടെ വലതുഭാഗത്തുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് പ്രശ്നം വന്നാലും, എത്ര വലിയ പ്രതിസന്ധി വന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കുലുങ്ങുകയില്ല. കർത്താവിനോടൊപ്പമുള്ള എൻ്റെ ആ ഒരു വിശ്വാസ ജീവിതത്തിൽ എനിക്കൊരു കോട്ടം തട്ടുകയില്ല. കാരണം എന്താ? കർത്താവ് എന്നോടൊപ്പമുണ്ടെന്ന് ഒരു ഉറച്ച ബോധ്യം അന്നപ്രവാചികയ്ക്കുണ്ടായിരുന്നു. സങ്കീർത്തകനായ ദാവീദിനുണ്ടായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിൽ ഇതുപോലെ ഉറച്ചു നിൽക്കാൻ, കർത്താവ് എൻ്റെ വലതുഭാഗത്തുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? അതിന് സാധിക്കണം എന്നാണ് അന്നപ്രവാചിക ഇന്ന് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് അന്നപ്രവാചക എടുത്ത ആ ഒരു സ്റ്റെപ്പ്, ആ ഒരു ഡെഡിക്കേഷൻ, അതിനെക്കുറിച്ച് നമ്മൾ ഗാഢമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നപ്രവാചിക വിധവയാണ്, കുഞ്ഞുങ്ങളില്ല. ഇനിയും വിവാഹം കഴിച്ച് മറ്റൊരു ജീവിതം നയിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ സാധ്യതകൾ വേറെയുണ്ട്. പക്ഷേ അന്നപ്രവാചിക ഇവിടെ എന്താ ചെയ്തത്? ദേവാലയത്തിൽ തൻ്റെ ശിഷ്ടകാലം മുഴുവൻ കർത്താവിനോട് ചേർന്ന് തൻ്റെ ജീവിതം ചെലവഴിക്കുകയാണ്. ഇങ്ങനെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമില്ലേ? അവരെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മെന്റാലിറ്റി എന്താണ്? അവർ കൊടുത്ത ആ ഒരു വിലയും, അവർ സഹിക്കുന്ന ആ ഒരു സഹനങ്ങളും, അതിന് വില കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ കുത്തുവാക്കുകളിലൂടെയും നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളിലൂടെയും അവരെ നമ്മൾ വിഷമിപ്പിക്കുകയാണോ ചെയ്യാറ്? അന്നപ്രവാചികയെ സംബന്ധിച്ച് ഒത്തിരി പേർ അന്ന് കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഒറ്റപ്പെടുത്താനും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷേ അന്നപ്രവാചിക കർത്താവിനോട് ചേർന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തൻ്റെ ജീവിതം മുഴുവൻ കർത്താവിനായി മാറ്റിവെക്കുകയായിരുന്നു. വളരെ യുണീക്കായി, മറ്റുള്ളവർ പോകുന്നത് പോലെ ജീവിതം അങ്ങനെ സുഖലോലുപതയിലും ഭൗതികതയിലും പോകുവാനല്ല അന്നപ്രവാചക നമ്മളെ ഇവിടെ കാണിച്ചു തരുന്നത്. കർത്താവിനോട് ചേർന്നുള്ള ആ ഒരു സെപ്പറേറ്റഡ് എന്നാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അന്നപ്രവാചക തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ അനുജത്തി ഇവാഞ്ചലി, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ്, അവൾ തൻ്റെ ലൈഫ് കർത്താവിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. സിംഗിൾ ലൈഫിലൂടെ കർത്താവിനോട് ചേർന്ന് ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞ ഒരു വ്യക്തിയാണ് എൻ്റെ അനുജത്തി. അതിൽ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുക. പക്ഷേ ഈ ഒരു സമയത്ത് ഒത്തിരി പരിഹസിക്കാനും എന്തിനാണ് ജീവിതം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്നൊക്കെ ചോദിക്കാനും ഒത്തിരി പേരുണ്ടായിരുന്നു. എൻ്റെ അനുജത്തി ആയതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്കറിയാം, ഒത്തിരി പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വ്യക്തമായിട്ട് എനിക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ, സമർപ്പിതരായവരെ, തൻ്റെ ജീവിതം കർത്താവിന് ദൈവരാജ്യത്തിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വാക്കുകളിലൂടെ, പ്രോത്സാഹനങ്ങളിലൂടെ എല്ലാം അവർക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അവിടെ 42-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണിത്.
തൻ്റെ ശിഷ്യന് എന്ന നിലയിൽ, തനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവൻ എന്ന നിലയിൽ ഒരാൾക്ക് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താല് വലിയ പ്രതിഫലമാണ് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി അവരെ സ്നേഹത്തോടെ കരുതി കൊണ്ട് നടക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അന്ന് അന്നപ്രവാചികയ്ക്ക് അങ്ങനെ എത്രമാത്രം സപ്പോർട്ട് കിട്ടിക്കാണും എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ കൊടുത്തവർക്ക് നിശ്ചയമായും കർത്താവ് പ്രതിഫലം നൽകിയിട്ടുണ്ട്. കർത്താവിനോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആ ലൈഫും അതുപോലെ അങ്ങനെ ജീവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അന്നപ്രവാചികയുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് നാം ഓരോരുത്തരോടും പറയുന്നുണ്ട്. വീണ്ടും പ്രവാചികയായ അന്ന തികഞ്ഞ ഒരു പ്രാർത്ഥനാ ജീവിതം നയിച്ചവളായിരുന്നു. നമ്മൾ ആദ്യമേ കണ്ടതാണ്. ഏകദേശം ഒരു 62 വർഷങ്ങൾ പ്രാർത്ഥനയിൽ മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവളാണ്. അവിടെ തിരുവചനം പറയുകയാണ്, 37 വാക്യം നമുക്കൊരിക്കൽ കൂടി വായിക്കാം. 84 വയസ്സായ ഈ വിധവ 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. 60 വർഷക്കാലം, ഏറ്റവും കുറഞ്ഞത് 60 വർഷക്കാലം പ്രാർത്ഥന മാത്രം ജീവിതമാക്കി മാറ്റിയ ഒരു ശ്രേഷ്ഠ വനിതയാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും സ്വല്പ നേരം നമ്മൾ പേഴ്സണൽ പ്രയറിനായി മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഒരു അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നമ്മെ ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. രാപ്പകൽ എന്നാ പറയുന്നേ. ഒരിക്കലും നിർത്താതെ മടുപ്പില്ലാതെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോയ ഒരു സ്ത്രീയെ നമ്മൾ ഇവിടെ കാണുന്നേ. നമ്മൾ ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും വലിയൊരു വെല്ലുവിളിയാണിത്. നമ്മൾ ജീവിതത്തിൽ കുടുംബത്തിലായിരിക്കുമ്പോഴും എവിടെ ആയിരുന്നാലും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതിന്റെ ഒരു ആവശ്യകത, അതാണ് അന്നപ്രവാചിക അടുത്തതായി നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥന ജീവിതമാക്കി മാറ്റിയ ഒരു സ്ത്രീ. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരോടും തിരുവചനം പറയുന്നേ. പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം അവിടെ 18 വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇതാണ് അന്നപ്രവാചക നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത്. അങ്ങനെ നമുക്ക് സാധിക്കും എന്ന് പ്രൂവ് ചെയ്ത് തന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തല്ലേ പറ്റുള്ളൂ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ നേരവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നാം ഇവിടെ കാണുന്നത്. ഈ ഒരു കർത്താവിന്റെ ആഹ്വാനം അന്നപ്രവാചികയിലൂടെ ഇന്ന് നമ്മളോട് കർത്താവ് പറഞ്ഞു തന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. ഈ ഒരു പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ ഹിതം മനസ്സിലാക്കി കർത്താവ് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ സ്വന്തമാക്കി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം. ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന ഈ ഓരോ നിർദ്ദേശങ്ങളോടും 100% ആത്മാർത്ഥത പുലർത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കണം. കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നൽകിയ എല്ലാ ബോധ്യങ്ങൾക്കും നൽകിയ എല്ലാ പാഠങ്ങൾക്കും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി,
പരിശുദ്ധാത്മാവേ, നൽകുന്ന ബോധ്യങ്ങൾക്കായി, അങ്ങ് നയിക്കുന്ന വിധങ്ങൾക്കായി പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ഹിതാനുസരണം ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. പ്രവാചകയായ അന്നയിലൂടെ ഞങ്ങൾക്ക് പകർന്നു നൽകിയ ബോധ്യങ്ങൾ, പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, കൃപാവരങ്ങളാൽ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, വരദാനങ്ങളാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രവാചകയായ അന്നയിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം. അടുത്ത ആഴ്ച വീണ്ടും പ്രവാചകയായ അന്നയിലൂടെ തന്നെ നമ്മുടെ യാത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനിയും ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയാത്തവരോട് നിങ്ങൾ പറയുക. അനേകരെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിന്റെ മുൻപിലായിരിക്കാം. കർത്താവ് നൽകുന്ന പാഠങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. ഈ പ്രശില പ്രോഗ്രാമിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഷെക്കേന ന്യൂസിന് വേണ്ടി, അതിന്റെ വിവിധങ്ങളായ മേഖലകളിൽ കർത്താവിന്റെ കരം വരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങള്, നിർദ്ദേശങ്ങള്, അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.